ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഭൂമധ്യരേഖ മഴക്കാടുകളിലും കണ്ടുവരുന്ന നിദ്ര രോഗം എന്ന രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് ഏത് ഈച്ച വഴിയാണ്? ഏതാണ്? സെസെ ഈച്ചയാണ്. സെസെ എന്ന ഒരു ഇനം ഈച്ചയാണ് ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഭൂമധ്യരേഖ മഴക്കാടുകളിലും കണ്ടുവരുന്ന നിദ്രാരോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. ഏതാണ് ഈച്ചയുടെ പേര്? സെസെ ഈച്ച. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടന്ന ആദ്യത്തെ നദി താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടന്ന ആദ്യത്തെ നദി ഷിയോനാഥ് ആണ്. ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം നടന്ന ആദ്യത്തെ നദി. ഷിയോനാഥ് നദി മഹാനദിയുടെ പോഷക നദിയാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏതിനെയെല്ലാമാണ്? ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡോക്ടർ BR അംബേദ്കർ തൻ്റെ അവസാന പ്രസംഗത്തിൽ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏതിനെയെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് ഡോക്ടർ BR അംബേദ്കർ യൂണിറ്റി ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സഹോദരൻ അയ്യപ്പൻ. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. മരുഭൂമികളിലും ചൂടുള്ള റോഡുകളിലും മരീചിക എന്ന പ്രകാശ പ്രതിഭാസം ദൃശ്യമാക്കുന്നതിന് പ്രധാന കാരണം പ്രകാശത്തിന്റെ ഏത് പ്രവർത്തനമാണ്? മരുഭൂമികളിലും ചൂടുള്ള റോഡുകളിലും മരീചിക എന്ന പ്രകാശ പ്രതിഭാസം ദൃശ്യമാക്കുന്നതിന് പ്രധാന കാരണം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപവർത്തനമാണ്. ഓപ്ഷൻ ഡി, അപവർത്തനം. ഒരു കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ അഥവാ സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ്? ഒരു കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ അഥവാ സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. ഏതാണ്? ലൈസോസോം ആണ് സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം. ലൈസോസോം. കേരളത്തിലെ പ്രസിദ്ധമായ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ പ്രസിദ്ധമായ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ല. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് താഴെ പറയുന്നവയിൽ എവിടെ നിന്നാണ്? കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നുമാണ്? ആനമലയിൽ നിന്നുമാണ്. ആനമലയിൽ നിന്നുമാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ എന്നതും നോട്ട് ചെയ്യുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാറാണ്. പ്രസിദ്ധമായ ഭക്തിഗാനമായ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന കൃതി രചിച്ചത് ആരാണ്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി രചിച്ചത് ആരാണ്? പന്തളം KP രാമൻ പിള്ളയാണ്. പന്തളം KP രാമൻ പിള്ള. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി പന്തളം KP രാമൻ പിള്ള. ഇനി പ്രസിദ്ധമായ ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണമെന്ന പ്രാർത്ഥനാ ഗാനം രചിച്ച മലയാള കവി ആരാണ്? ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാക്കണം രചിച്ചത് ആരാണ്?
പന്തളം കേരളവർമ്മയാണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും പരസ്പരം മാറിപ്പോവാണ്ട് നോട്ട് ചെയ്ത് വെക്കുക. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്ന പ്രാർത്ഥനാ ഗാനം രചിച്ചത് ആരാണ്? പന്തളം കേരളവർമ്മയും. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന കൃതി രചിച്ചത് പന്തളം KP രാമൻ പിള്ളയുമാണ്. അടുത്ത ചോദ്യം, അശോക് മേത്ത കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. അശോക് മേത്ത കമ്മിറ്റി പഞ്ചായത്തി രാജാണ്. അശോക് മേത്ത കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത് പഞ്ചായത്തി രാജ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. അപ്പം പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗം എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗം എത്രയാണ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം. അടുത്ത ചോദ്യം, ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? സത്താറയാണ്. സത്താറ. ഏത് നിയമപ്രകാരമാണ്? ദത്തവകാശ നിരോധന നിയമം ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യമാണ് സത്താറ. ഇന്ത്യൻ പൊതു റേഡിയോ പ്രക്ഷേപണ സ്ഥാപനമായ ആകാശവാണിയുടെ ആപ്തവാക്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ആകാശവാണിയുടെ ആപ്തവാക്യം ബഹുജനഹിതായ ബഹുജനസുഖായ എന്നതാണ് ആകാശവാണിയുടെ ആപ്തവാക്യം. ബഹുജനഹിതായ ബഹുജനസുഖായ. നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ കരട് രൂപം പാർലമെന്റിലോ നിയമസഭയിലോ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നിയമം അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് അതിൻ്റെ കരട് രൂപം പാർലമെന്റിലോ നിയമസഭയിലോ അറിയപ്പെടുന്നത് ഏത് പേരിൽ ആണ്? ബിൽ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബിൽ. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനായി അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിനായിട്ട് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മ രക്തക്കുഴലുകളാണ് ഡാഷ്. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മ രക്തക്കുഴലുകളാണ് ഏത്? ലോമികകൾ. എന്താണ്? ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂക്ഷ്മ രക്തക്കുഴലുകളാണ് എന്ത്? ലോമികകൾ. കണ്ണിന്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിൽ ഗ്ലാസ് പോലെ സുതാര്യമായ ഭാഗം. കണ്ണിന്റെ മുൻഭാഗത്ത് വൃത്താകൃതിയിൽ ഗ്ലാസ് പോലെ സുതാര്യമായ ഭാഗമാണ് കോർണിയ. ഓപ്ഷൻ എ ആണ് ഉത്തരം. കോർണിയ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആര്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. JJ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത്. JJ തോംസൺ. 0 ഡിഗ്രി രേഖാംശരേഖ. 0 ഡിഗ്രി രേഖാംശരേഖയാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി രേഖാംശരേഖയാണ് എന്ത്? ഗ്രീനിച്ച് രേഖ. കടലിന്റെ നീല നിറത്തിന്റെ കാരണം ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കടലിന്റെ നീല നിറത്തിന്റെ കാരണം ആദ്യമായിട്ട് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ CV രാമനാണ്. CV രാമൻ. രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗം ഇവിടെ തന്നിരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ്, ഹീമോഫീലിയ, അനീമിയ, സിക്കിൾ സെൽ അനീമിയ. ഇതിൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയയാണ്. ഹീമോഫീലിയ. എന്തിൻ്റെ പ്രതിരോധത്തിനാണ് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്? ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത് ബാക്ടീരിയൽ രോഗങ്ങളെ പ്രതിരോധിക്കാനാണ്. ബാക്ടീരിയൽ രോഗങ്ങൾ.
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ. ജോഗ് വെള്ളച്ചാട്ടം ദക്ഷിണേന്ത്യയിലെ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ശരാവതി. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗാ നദിയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗാ നദി. മനുഷ്യ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനവും അടിസ്ഥാനപരവുമായ ധർമ്മം എന്താണ്? മനുഷ്യ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റുകളുടെ പ്രധാനവും അടിസ്ഥാനപരവുമായ ധർമ്മം എന്താണ്? ശരീരത്തിന് ഊർജം നൽകുക എന്നതാണ്. ശരീരത്തിന് ഊർജം നൽകുക. കാർബോഹൈഡ്രേറ്റുകളുടെ അടിസ്ഥാനപരമായ രാസഘടനയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകങ്ങൾ ഏതെല്ലാമാണ്? കാർബോഹൈഡ്രേറ്റുകളുടെ അടിസ്ഥാനപരമായ രാസഘടനയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവയാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. നാഡീവ്യൂഹത്തിൻ്റെയും പേശികളുടെയും ശരിയായ പ്രവർത്തനത്തിനും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന വിറ്റാമിൻ താഴെ പറയുന്നവയിൽ ഏതാണ്? നാഡീവ്യൂഹത്തിൻ്റെയും പേശികളുടെയും ശരിയായ പ്രവർത്തനത്തിനും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്ന വിറ്റാമിൻ ഇ ആണ്. ഓപ്ഷൻ സി വിറ്റാമിൻ ഇ. പ്രായമായവരിൽ സാധാരണയായി കാണപ്പെടുന്നതും എല്ലുകൾ ദുർബലമാവുകയും പെട്ടെന്ന് ഒടിയുകയും ചെയ്യുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? പ്രായമായവരിൽ സാധാരണയായി കാണപ്പെടുന്നതും എല്ലുകൾ ദുർബലമാവുകയും പെട്ടെന്ന് ഒടിയുകയും ചെയ്യുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം ഏത് ധാതുവിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി ആണ് കാൽഷ്യമാണ്. കാൽഷ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ്. ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്നതിന് പൊതുവായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഒരു ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് രേഖപ്പെടുത്തുന്നതിന് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ്. ഓപ്ഷൻ സി കലോറി. ഇന്ത്യയിൽ പണപ്പെരുപ്പത്തിന്റെ നിലവിലെ നിരക്ക് കണക്കാക്കാൻ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പ്രധാന സൂചിക താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ പണപ്പെരുപ്പത്തിന്റെ നിലവിലെ നിരക്ക് കണക്കാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന പ്രധാന സൂചിക ഉപഭോക്തൃ വില സൂചികയാണ്. ഉപഭോക്തൃ വില സൂചിക. ഓപ്ഷൻ സി ഉപഭോക്തൃ വില സൂചിക. ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി 2017 ജൂലൈ 1 നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 2017 ജൂലൈ 1. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 101ാമത്തെ ഭേദഗതി പ്രകാരമാണ്. 101ാമത്തെ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലെ ചരക്ക് സേവന നികുതി നിലവിൽ വന്നത്. എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1. കാൽസിഫെറോൾ എന്നത് ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ്? കാൽസിഫെറോൾ ഏതിൻ്റെതാണ്? വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് എന്ത്? കാൽസിഫെറോൾ. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകൾ. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകൾ അറിയപ്പെടുന്നത് സാവന്ന എന്നാണ്. സാവന്ന. ഓപ്ഷൻ സി ആണ് ഉത്തരം. സാവന്ന.
10 മുതൽ 30 വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന. സാധാരണയായി താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുകയും കറുത്തതോ ഇരുണ്ട ചാര നിറത്തിലോ കാണപ്പെടുകയും കനത്ത മഴ, മഞ്ഞ് അല്ലെങ്കിൽ ആലിപ്പഴം എന്നിവയ്ക്ക് കാരണമാക്കുകയും ചെയ്യുന്ന മേഘങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സാധാരണയായി താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുകയും കറുത്തതോ ഇരുണ്ട ചാര നിറത്തിലോ കാണപ്പെടുകയും കനത്ത മഴ, മഞ്ഞ് അല്ലെങ്കിൽ ആലിപ്പഴം എന്നിവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങൾ എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, നിംബസ് മേഘങ്ങൾ. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചെരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റേത്? യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചെരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫോൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഫോൻ. കാറ്റിന്റെ ദിശ അളക്കുന്നതിനും സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? കാറ്റിന്റെ ദിശ അളക്കുന്നതിനും സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വിൻഡ് വെയിൻ ആണ്. വിൻഡ് വെയിൻ. കാറ്റിന്റെ ദിശ അളക്കുന്നതിനും സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിൻ. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമായ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം താഴെ പറയുന്നവയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓപ്ഷൻ ഡി, ന്യൂഡൽഹി. ഇന്ത്യയിലെ ഒരു പ്രധാന കേന്ദ്ര സർവകലാശാലയായ വിശ്വഭാരതി സർവകലാശാല പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിൽ സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യയിലെ ഒരു പ്രധാന കേന്ദ്ര സർവകലാശാലയായ വിശ്വഭാരതി സർവകലാശാല പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിൽ സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എവിടെയാണ്? പശ്ചിമ ബംഗാളിലെ ശാന്തി നികേതനിൽ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാക്കും എന്ന വിഖ്യാത വാക്യം ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന വിഖ്യാത വാക്യം ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ബി, രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണ മേധാവിത്വത്തിനുമെതിരെ ദക്ഷിണേന്ത്യയിൽ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണ മേധാവിത്വത്തിനും എതിരെ ദക്ഷിണേന്ത്യയിലെ സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ ആണ്. ഇ വി രാമസ്വാമി നായ്ക്കർ. കേരളത്തിലെ ചരിത്ര പ്രധാനമായ തൂക്കുപാലമായ പുനലൂർ തൂക്കുപാലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ചരിത്ര പ്രധാനമായ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം. പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യതയും നിയമത്തിന്റെ തുല്യ സംരക്ഷണവും എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുന്നത്? നിയമത്തിന് മുന്നിൽ തുല്യതയും നിയമത്തിന്റെ തുല്യ സംരക്ഷണവും എല്ലാ പൗരന്മാർക്കും ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 14 ആണ്. അനുച്ഛേദം 14. ഇന്ത്യൻ സസ്യശാസ്ത്രജ്ഞയും ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലും ആരായിരുന്നു? ഇന്ത്യൻ സസ്യശാസ്ത്രജ്ഞയും ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറലുമായിരുന്നത് ഡോക്ടർ ഇ കെ ജാനകി അമ്മാൾ ആണ്. ഓപ്ഷൻ സി, ഡോക്ടർ ഇ കെ ജാനകി അമ്മാൾ. കേരളത്തിലെ പ്രമുഖ നാടക സിനിമാ പ്രവർത്തകയും ആദ്യകാല മുസ്ലിം വനിതാ നാടക നടികളിൽ ഒരാളുമായിരുന്ന നിലമ്പൂർ ആയിഷയുടെ ആത്മകഥാംശമുള്ള അനുഭവക്കുറിപ്പ് ഏതാണ്? കേരളത്തിലെ പ്രമുഖ നാടക സിനിമാ പ്രവർത്തകയും ആദ്യകാല മുസ്ലിം വനിതാ നാടക നടികളിൽ ഒരാളുമായിരുന്ന നിലമ്പൂർ ആയിഷയുടെ ആത്മകഥാംശമുള്ള അനുഭവക്കുറിപ്പ് ഏതാണ്? ഓപ്ഷൻ ബി, ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ആരുടെ കൃതിയാണ്? നിലമ്പൂർ ആയിഷയുടെ കൃതിയാണ്.
മഹാരാഷ്ട്രയിലെ പുണെ യൂണിവേഴ്സിറ്റിയെ പുനർനാമകരണം ചെയ്തത് ഇന്ത്യയിലെ ഏത് പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരിലാണ്? മഹാരാഷ്ട്രയിലെ പുണെ യൂണിവേഴ്സിറ്റി. ഓപ്ഷൻ സി ആണ് സാവിത്രി ബായ് ഫുലെ പുണെ യൂണിവേഴ്സിറ്റി. സാവിത്രി ബായ് ഫുലെ പുണെ യൂണിവേഴ്സിറ്റി. സാമൂഹികമായി താഴ്ന്ന നിലയിലുള്ളവരെ സൂചിപ്പിക്കാനായി ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? സാമൂഹികമായി താഴ്ന്ന നിലയിലുള്ളവരെ സൂചിപ്പിക്കാനായി ദളിത് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അഥവാ സ്ഥിരം നികുതി സമ്പ്രദായം ആദ്യമായി ഏർപ്പെടുത്തിയ പ്രദേശങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ പ്രദേശങ്ങൾ ഏതെല്ലാമായിരുന്നു? ഓപ്ഷൻ സി ആണ് ബംഗാൾ, ബീഹാർ, ഒറീസ. ഓപ്ഷൻ സി ബംഗാൾ, ബീഹാർ, ഒറീസ. അവസാനത്തെ ചോദ്യം, ഇന്ത്യയിലെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമായ ജന്തർ മന്ദിറിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2010 2010. ഇന്ത്യയിലെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമായ ജന്തർ മന്ദിറിനെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2010. പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്